അങ്ങനെ അഹാന കൃഷ്ണ വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്തൊന്നും ഇവരുടെ കുടുംബത്തിന് എയറിന് താഴെ ഇറങ്ങാൻ യോഗമില്ലെന്ന് തോന്നുന്നു. എപ്പോഴും ആരെങ്കിലൊക്കെ ആയിട്ട് ഇവരുടെ കുടുംബത്തിൽ എയറിൽ കാണും. എന്തായാലേ ഫുൾ ടൈം ഇങ്ങനെ എയറിൽ തന്നെ കുത്തിരിക്കുന്ന ഒരു ഫാമിലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനും വേണം യോഗം. എന്തായാലും ഇത്തവണ അഹാന എയറിൽ കയറാനുള്ള കാരണം മറ്റൊന്നുമല്ല, അഹാനയുടെ സഹോദരിയായിട്ടുള്ള ദിയ കൃഷ്ണയുടെ മകന്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ആ വ്ളോഗിലെ ചില സംഭവ വികാസങ്ങളാണ് ഇപ്പൊ അഹാന എയർ കയറ്റിയിരിക്കുന്നത്. സംഭവം മുട്ട കോമഡിയാണ് കേട്ടോ. ഇനി സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ 2-3 ദിവസം മുമ്പ് ഈ പറയുന്ന ഓമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എങ്ങാനും ബർത്ത്ഡേ ആണ്. അങ്ങനെ ഇവര് ബർത്ത്ഡേ എന്താക്കി അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി ഇവർ ചെറിയൊരു പാർട്ടി ഹാളും തിരഞ്ഞെടുത്തു. ഇവരുടെ ഈ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ആഘോഷമാണ് കേട്ടോ, വീട്ടുകാർ മാത്രമുള്ള ആഘോഷം. ഈ വീട്ടുകാരെന്ന് പറയുമ്പോൾ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ ഭാര്യയും അവരുടെ 4 മക്കളും പിന്നെ ഓമിയുടെ അച്ഛനായിട്ടുള്ള അശ്വിനും പിന്നെ ഇവരുടെ അപ്പച്ചിയും. ഇത്രയും ആളുകൾ മാത്രമേ ഈ പരിപാടിയിൽ ഉള്ളൂ എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു കുട്ടിയുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അതിപ്പോ ആര് ആഘോഷം സംഘടിപ്പിച്ചതാണെങ്കിലും ശരി, കുട്ടിയുടെ അമ്മ വീട്ടുകാർ ആഘോഷം സംഘടിപ്പിച്ചതാണെങ്കിലും അച്ഛൻ വീട്ടുകാർ ആഘോഷം സംഘടിപ്പിച്ചതാണെങ്കിലും കുട്ടിയുടെ അച്ഛനെയും അമ്മയുടെയും വീട്ടുകാർ ആ ആഘോഷത്തിൽ പങ്കെടുക്കും അല്ലേ. പക്ഷെ ഇവിടുത്തെ ആഘോഷത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ കുട്ടീന്റെ അമ്മയുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കുട്ടീന്റെ അച്ഛന്റെ വീട്ടുകാർ ഫ്രെയിമിലേ ഇല്ല. അത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം, അതവിടെ കിടക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് അഹാന എയറിലായ സംഭവ വികാസത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒന്നും നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗിലേക്ക് തിരിച്ചു വരാം. ഇവരെങ്ങനെ കുട്ടിയുടെ അമ്മയുടെ വീട്ടുകാരെ വെച്ച് മാത്രം പരിപാടിക്ക് തുടങ്ങി. പരിപാടിയിൽ A to Z കാര്യങ്ങൾ ഇവർ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. കുട്ടീനെ ഹാളിലേക്ക് കൊണ്ടുവരുന്നതും കുട്ടീനെ കളിപ്പിക്കുന്നതും കുട്ടീനെ അവിടെ ഇരുത്തുന്നതും ഇവിടെ ഇരുത്തുന്നതും ഒക്കെ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി സ്റ്റേജിൽ അങ്ങ് ഗ്യാദർ ചെയ്തു, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടും. എന്തായാലും അങ്ങനെ എല്ലാവരും കൂടി സ്റ്റേജിൽ ഗ്യാദർ ചെയ്ത സമയത്ത് ഈ പറഞ്ഞവരുടെ അപ്പച്ചിയും സ്റ്റേജിൽ പോയി നിന്നു. അങ്ങനെ ഈ പറയുന്ന അപ്പച്ചി എന്താക്കി എല്ലാവരുടെയും കൂട്ടത്തിൽ സ്റ്റേജിൽ പോയി നിന്നു. അന്നേരം അവിടെ നിന്ന് അപ്പച്ചി നിങ്ങൾ അപ്പുറത്ത് പോയി ഇരിക്കുകയെന്നും പറഞ്ഞ് അപ്പച്ചി അവിടെ നിന്നും അഹാന മാറ്റി നിർത്തുന്നുണ്ട്. അതാണ് അഹാന വീണ്ടും എയറിലാവാൻ കാരണം. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഈ ഒരു ഭാഗമാണ് അഹാന കൃഷ്ണ എയറിലാവാനുള്ള കാരണം എന്ന് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ആദ്യം ഇവിടെ അപ്പച്ചി ഉണ്ടായിരുന്നത് ഇടത് ഭാഗത്തായിരുന്നു അല്ലേ, അതായത് അഹാനയുടെ സൈഡിൽ. പിന്നീട് അൻസിക വിളിച്ചിട്ട് ഇവര് വലത് ഭാഗത്തേക്ക് മാറുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പച്ചിപ്പുറത്ത് വരുന്നെന്ന് പറഞ്ഞ ഹൻസിക ഇവരെ വലത് ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ പോയി നിന്ന സമയത്ത് കൺമുന്നിൽ ഡെക്കറേഷന് വേണ്ടി വെച്ച കപ്പ് കേക്ക് ഇവരെടുക്കാൻ നോക്കുന്നുണ്ട്. ആര് അപ്പച്ചി എടുക്കാൻ നോക്കുന്നുണ്ട്. അന്നേരം ഇഷാൻ ഈ പറഞ്ഞ അപ്പച്ചിയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പറയുമ്പോൾ എല്ലാം കൂടി പറയുന്നേ ഉള്ളൂ. അതൊന്ന് കണ്ടോക്കാം. ഓക്കെ, ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അപ്പച്ചി ആ കേക്ക് കണ്ടപ്പോ തിന്നാനാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് എടുക്കാൻ നോക്കി. ഇഷാൻ അതിനെ തടഞ്ഞു. അത്ര ഇവിടെ സംഭവിച്ചുള്ളൂ. ഇനി ഇതിന് ശേഷമാണ് അപ്പച്ചിയോട് ഈ പറയുന്ന അഹാന അപ്പുറത്ത് പോയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഞാൻ വേണമെങ്കിൽ ആ ഭാഗം കൂടി ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പച്ചി അവിടെ ഇരുന്നോ എന്ന് അഹാന പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ഈ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പച്ചി അവിടെ ഇരുന്നോ എന്ന് അഹാന പറയുന്നതിന്റെ മുമ്പും പിൻപും ചെറുതായിട്ടൊരു കട്ട് വരുന്നുണ്ട് വീഡിയോയിൽ. നിങ്ങൾക്ക് അതൊന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. വിച്ച് മീൻ അതിനെടുക്ക അഹാൻ എന്തോ പറയുന്നുണ്ട്, ആ ഭാഗം കട്ട് ചെയ്ത് ഇവർ ഒഴിവാക്കിയെന്ന് അർത്ഥം. സാരില്ല, അങ്ങനെ കട്ട് ചെയ്യാത്ത പോർഷൻ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പച്ചി അവിടെ ഇരുന്ന് നോക്കിക്കോ, അപ്പച്ചി അവിടെ ഇരുന്നു എന്നും പറഞ്ഞ് മനഃപൂർവ്വമാണ് ഇവിടെ അഹാന അപ്പച്ചി അവിടെ നിന്ന് മാറ്റുന്നത് അല്ലെ. പക്ഷെ ആ പറയുന്ന ഭാഗം ഇവരെ വീഡിയോ നിന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. എന്തായാലും അഹാനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും അഹാന എയറിലാക്കിയതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇവരെന്തോ സ്റ്റേജിലിട്ട് അപ്പച്ചിയെ തട്ടി കളിക്കുന്ന പോലെയാണ് മൊത്തത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആദ്യം വലത്തുഭാഗത്ത് ഇരുന്ന് അപ്പച്ചിയെ നടത്തിച്ച് എടുത്ത ഭാഗത്തേക്ക് കൊണ്ടു നിർത്തി, അവിടുന്ന് ഫ്രെയിമിൽ നിന്ന് പുറത്താക്കി. എന്തോന്നോടെ ഇതൊക്കെ, എന്തോ അപ്പച്ചിക്ക് ഒരു വില കൊടുക്കാത്ത കളിയാണ് ഇവര് വ്ളോഗിൽ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന ആൾക്കാർ ഇവർ എയർ കയറ്റില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇങ്ങനെ കയറി കയറുന്നതിൽ കുറെയൊക്കെ ഇവരെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് കേട്ടോ, അത് പറയാതെ വയ്യ. അല്ല, ഇവരെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കാണാം. ഇവരെന്ത് ചെയ്താലും ആൾക്കാർ പിടിച്ച് ഏറി കയറ്റാണ്, അങ്ങനെ ആക്കാണ് ഇങ്ങനെ ആക്കാണെന്നൊക്കെ. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവരെന്ത് ചെയ്യുന്നു നോക്കി നടക്കല്ല ബാക്കിയുള്ളവർ. അങ്ങനെ നോക്കി നടക്കേണ്ട ആവശ്യം ഇവിടെ നമുക്ക് ആർക്കും ഇല്ല. ഇവര് തന്നെ വിമർശനത്തിന് ഒതുങ്ങുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും എല്ലാവരുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. പിന്നെ എങ്ങനെ വിമർശിക്കാതിരിക്കും? കാരണം ഞാൻ ഇടയിൽ കൂടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും മഹാനയുടെ ഈ പ്രവൃത്തിയെ, അതായത് അപ്പച്ചിയോട് സ്റ്റേജിൽ നിന്ന് മാറാൻ പറഞ്ഞ ഈ പ്രവൃത്തിയെ നമുക്ക് പല രീതിയിലും വേണമെങ്കിൽ വിലയിരുത്താം. നമുക്ക്
ഇതിന് പോസിറ്റീവായും കാണാം, നെഗറ്റീവായും കാണാം. നെഗറ്റീവായി എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പച്ചി ഇവർ സ്റ്റേജിൽ നിന്ന് മനഃപൂർവ്വം മാറ്റിയതുപോലെ നമുക്ക് ഇതിനെ കാണാം. ഇനിയിപ്പോ ഇതിനെ പോസിറ്റീവ് ആംഗിൾ എങ്ങനെ നോക്കി കാണാമെന്ന് വെച്ചാണെങ്കിൽ അവിടെ സ്റ്റേജിൽ ഒരു ഫോട്ടോ എടുക്കൽ സെഷനും കൂടിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇവർ അപ്പച്ചിയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഫോട്ടോ ആദ്യം എടുത്തു കാണും. പിന്നെ അവര് കൃഷ്ണകുമാറേയും മക്കളെയും മാത്രം വെച്ചുകൊണ്ട് വേറൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചിയെ സ്റ്റേജിൽ നിന്ന് മാറ്റിയതാവും. അതിപ്പോ നമ്മളെല്ലാവരും ചെയ്യുന്ന സംഗതിയാണ്. നമ്മളിപ്പോ ഒരു കല്യാണത്തിനോ ഫംഗ്ഷനോ വേണ്ടി പോകുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിലരോടൊക്കെ സ്റ്റേജിൽ നിന്നും ഇറങ്ങാനും കയറാനും ഒക്കെ പറയാറുണ്ട് അല്ലെ. അതേപോലെ ഇത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ അപ്പച്ചിയോട് മാത്രമല്ല അശ്വിനോടും അശ്വിന്റെ കുടുംബത്തോടും ഇവർ വിവേചനം കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിനെ കുറിച്ചുകൂടി പറയണല്ലോ. ഇനി ഇവർ അശ്വിനോട് കാണിച്ച വിവേചനം എന്താണെന്ന് വെച്ചാണെങ്കിൽ അത് ഇവരുടെ വ്ളോഗിൽ തന്നെ വ്യക്തമാണ്. ഈ വ്ളോഗിൽ ഇവർ കേക്ക് മുറിക്കുന്ന ഭാഗം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതിൽ അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. ദിയയുടെ സൈഡിൽ ഇങ്ങനെ കൈയടിച്ച് നിൽക്കാണില്ലേ അശ്വിന്. ദിയാണ് കേക്ക് മുറിക്കുന്ന സമയത്ത് നടുവിൽ നിൽക്കുന്നത്. കുഞ്ഞാണെങ്കിലോ മുത്തശ്ശന്റെ കയ്യിലും, അതായത് കൃഷ്ണകുമാറിന്റെ കയ്യിലും. ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സീനാണ് നമ്മളിപ്പോ കാണുന്നത്. സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? കേക്ക് മുറിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും മുന്നിൽ ഉണ്ടാവണം. പക്ഷെ ഇവിടെ അമ്മ മാത്രമാണ് മുന്നിലുള്ളത്. അച്ഛൻ അവിടെ സൈഡിലോട്ട് മാറി നിൽക്കാണ്. ഇനി ഇവിടെ കേക്ക് മുറിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി. കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്? അമ്മ ഒറ്റയ്ക്കാണ് കേക്ക് മുറിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരിക്കെ തന്നെ അമ്മ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കുന്ന കാണുന്നത്. ഒന്നെങ്കിൽ അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് കേക്ക് മുറിക്കും. അതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി കേക്ക് മുറിക്കും. ഇത് അമ്മ മാത്രം കേക്ക് മുറിക്കുന്നു, അച്ഛൻ അവിടെ സൈഡിൽ നിന്ന് കൈയടിക്കുന്നു. ഇതാണ് ഇവരുടെ സീന് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഞാൻ കാണുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് അശ്വിൻ എന്തോ അവിടെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തിയ പോലെയുണ്ട്. സ്വന്തം മോന്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്, മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്, അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കൈയടിക്കുകയാണ്. ഇതിനും വലിയൊരു ഇൻസൾട്ട് ഒരു അച്ഛൻ ഇനി എങ്ങനെയാണ് കിട്ടാനുള്ളത് അല്ലേ? പിന്നെ അശ്വിൻ ഇതൊക്കെ ചെയ്യാനോട് പിന്നെ കുഴപ്പമില്ല, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. ഇനി ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ വ്ളോഗിൽ എവിടെയും അശ്വിന്റെ വീട്ടുകാരെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും അതിൽ പങ്കെടുക്കും അല്ലേ? അതിപ്പോ ആര് ബർത്ത്ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കുകയാണെങ്കിലും ശരി, അച്ഛന്റെ വീട്ടുകാർ സംഘടിപ്പിക്കുകയാണെങ്കിലും ശരി, അമ്മയുടെ വീട്ടുകാർ സംഘടിപ്പിക്കുകയാണെങ്കിലും ശരി, പിന്നെ ആരാണോ സംഘടിപ്പിക്കുന്നത് അവരെണ്ണത്തിൽ കൂടുതലുണ്ടാവും അല്ലെ? അമ്മയുടെ വീട്ടുകാരാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ അമ്മയുടെ വീട്ടുകാരായിരിക്കും ആ പരിപാടിയിൽ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക. അച്ഛന്റെ വീട്ടുകാർ പേരിനെങ്കിലും 2-3 ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ നോക്കി നിങ്ങൾ അച്ഛന്റെ വീട്ടുകാർ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഫുൾ അമ്മേന്റെ വീട്ടുകാർ മാത്രം. അച്ഛന്റെ വീട്ടുകാർ എവർ മനഃപൂർവ്വം ബർത്ത്ഡേ സെലിബ്രേഷനിൽ നിന്നും ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ്. ഇതൊക്കെ ആളുകൾ കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ? മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ബർത്ത്ഡേ വ്ളോഗ് മുഴുവൻ അങ്ങോട്ട് പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ അടുത്ത കാലത്ത് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇവരങ്ങോട്ട് മെനാവുന്നില്ല അല്ലെ? എന്ത് ചെയ്താലും ഇതേപോലെ പാളി പോകുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇവർക്ക് ഏറുന്നു ഇറങ്ങാൻ സാധിക്കുമെന്നുള്ളത്. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഈ പരിപാടികളൊക്കെ ഇവർ മുമ്പും കാണിച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഇവരെ ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ ഏറെക്കുറെ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്താലും ആളുകൾ ശ്രദ്ധിക്കല്ലോ. അങ്ങനെയാണ് ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലാത്തപ്പോ ഇത് ഇവരുടെ ഓഡിയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായിരുന്നു. ഇതിപ്പോ ഇവർ എന്ത് ചെയ്താലും പബ്ലിക് നല്ലോണം നോട്ട് ചെയ്യുന്ന പോലെയായി. ഇനി സൂക്ഷിച്ച് കണ്ട് വ്ളോഗുകളും മറ്റും ചെയ്തിട്ടില്ല എങ്കിൽ വെറും ഇവരെ ഏറെ തന്നെയാകുമെന്ന് പറയാതെ വയ്യ. ഇനി അച്ഛനോടുള്ള ഇവരുടെ വിവേചനത്തെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് തൊട്ടേ ഇവരുടെ വ്ളോഗ് കാണുന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്ന ഒരു സംഗതിയാണ് അച്ഛനും ഇവര് പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. ഒന്നും വേണ്ട, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ തന്നെ വ്ളോഗിൽ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വിൻ എന്തോ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയി, അവന് 2 അവാർഡും കിട്ടി. അങ്ങനെ ആ അവാർഡുമായി അവൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ കൃഷ്ണകുമാർ ഇരിക്കുന്നുണ്ട്, സിന്ധു കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്, ദിയാകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്, മകൻ ഇരിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിലേക്ക് ഇവന് സന്തോഷത്തോടെ അവാർഡ് മാറ്റി ചെല്ലുന്നുണ്ട്. പക്ഷെ അങ്ങനെ സന്തോഷത്തോടു കൂടി അവന് വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് പോലും ഒരു കൂസലാട്ടും ഇല്ല എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ ആ ഭാഗം ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നീ ഇപ്പൊ കരയാനുള്ള വകുപ്പാകും അവന്. ഭൂമി ആരാത്? പിന്നെ മറ്റേത് ഓമി കൂടെ കൊണ്ടുപോകത്ത് നീ അവാർഡ് വാങ്ങിക്കുന്ന കാണാൻ. തമ്പാനൂരാണെന്ന് ഞാൻ ലാസ്റ്റ് മിനിറ്റ് അറിയണേ. എന്താ എന്താണ് കളിച്ചോ? എന്ത് കിട്ടി? ഏയ് അഭ്യാസം
സാംസങ് തുടങ്ങിയില്ലേ? സഞ്ജു സംശയം എന്തോ ചെക്കൻ അവിടെ വാങ്ങിച്ചാൽ എന്ത് വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് മര്യാദയ്ക്ക് ഒരു കൺഗ്രേറ്റ്സ് പോലും ഇവര് പറയുന്നില്ല അല്ലേ. അവിടെ വാങ്ങിച്ചില്ലേ നല്ല കാര്യം, എന്നാ മോൻ പോയിക്കോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ആ സിന്ധു കൃഷ്ണന്റെ മുഖമൊക്കെ നോക്കി നിങ്ങൾ. സിന്ധു കൃഷ്ണൻ ശരിക്കും ഇങ്ങനെ ഒന്നല്ലേ കേട്ടോ. അവിടെ അശ്വിന് പകരം വല്ല ഹൻസികയോ അഹാനയോ ഇഷാനയോ ഒറ്റ ആവണം അവാർഡുമായിട്ട് വന്നത്. അതും വെച്ച് 1 മണിക്കൂർ വ്ളോഗിങ്ങിനും സിന്ധു കൃഷ്ണ പാസ്സാക്കിയിട്ടുണ്ടാകും. പക്ഷെ അവാർഡ് വാങ്ങിച്ചത് അശ്വിൻ ആയതുകൊണ്ട് പുള്ളിക്കാർക്ക് പ്രത്യേകിച്ച് ഒരു കൂസലും ഇല്ല എന്നുള്ളതാണ്. അത് പിന്നെ മരുമക്കൾ എങ്ങനെയൊക്കെ ആയാലും മക്കളോളം വരില്ല എന്ന് വെക്കാം. പക്ഷെ അശ്വിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ഇവരുടെ വ്ളോഗ് കാണുമ്പോൾ തോന്നി പോകാറുണ്ട് അവൻ ആ ഫാമിലിയിൽ ഒരു വിലയും ഇല്ല എന്നുള്ളത്. പിന്നെ അവൻ അതിൽ കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോട്ടെ. പക്ഷെ ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്ത് ഇടുന്ന സമയത്ത് നമ്മൾ ചിലത് പറയുന്നെന്ന് മാത്രം, വേറൊന്നുമില്ല. എന്തായാലും എല്ലാ കൊണ്ടും ഇവരുടെ ഈ കുടുംബം മൊത്തത്തിൽ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും കൊണ്ടും വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അത്ര എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.